ഹലോ, നമ്മൾ ഫ്രാൻസിലെ കഴിഞ്ഞ ലാസ്റ്റ് 2 ഡേയ്സായിട്ട് താമസിച്ചിരുന്ന നമ്മുടെ ക്യാമ്പ് സൈറ്റിന് ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്ന ഈ സ്ഥലമാണ് ഈ ട്രിപ്പിലെ ശരിക്കും ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണിത്. അത് മറ്റെങ്ങോട്ടുമല്ല, നമ്മുടെ സ്വന്തം സ്വിറ്റ്സർലൻഡിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ തന്നെയാണ്. എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ് സ്വിസ് ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണുള്ളത് സ്വിറ്റ്സർലൻഡ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ സ്വിറ്റ്സർലൻഡിൻ്റെ പല പ്ലേസസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളിനി നേരിട്ട് കാണാൻ പോകുവാണല്ലോ എന്ന ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും അങ്ങനെ എല്ലാം കൂടിയായിരുന്നു ഈ ഒരു ജേർണി ത്രൂ ഔട്ട്. നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മളൊരു 3 hours ഡ്രൈവ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഒരു റെസ്റ്റ് സ്റ്റേഷൻ കണ്ടപ്പം ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇനി ഇവിടെ നിന്നൊരു 3.5 hours ജേർണി ഉണ്ട് സ്വിറ്റ്സർലൻഡിൽ എത്താൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ ഒരു ലൊക്കേഷൻ കൊള്ളാം. നമ്മുടെ ഈ മെയിൻ ഹൈവേ പോകുന്നിടത്തുനിന്ന് ഒരു ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു റെസ്റ്റിംഗ് ഏരിയാസിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സ്പേസാണിത്. ഇവിടെ നമുക്ക് ട്രക്കും ഇങ്ങനെയുള്ള വലിയ വണ്ടീസൊക്കെ ജസ്റ്റ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കുകയോ റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കാർസ് ഇപ്പുറത്ത് രണ്ടും ഉണ്ട്, ട്രക്സും ഉണ്ട്, കാർസും നമുക്ക് ചെയ്യാൻ പറ്റും. വാൻസും ട്രക്സും ഒക്കെ സെപ്പറേറ്റ് ഇങ്ങനത്തെ ഉള്ളൊരു ഏരിയയും, പിന്നെ കാറ് അതിനിപ്പുറത്തോട്ട് വേറെ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ വാഷ്റൂമും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്ത് പതുക്കെ പോകാൻ പറ്റും. എന്തായാലും അത് കൊള്ളാം, നല്ലൊരു കോൺസെപ്റ്റാണ്. ഇങ്ങനെ UK-യിൽ ഇങ്ങനെ ഇല്ല കേട്ടോ. UK-യിൽ ഉണ്ട്, UK-യിൽ ഇങ്ങനെയുള്ള ഏരിയ ഇങ്ങനെയുള്ള സംഭവമില്ല. UK-യിൽ നമുക്ക് ഈ പറയുന്ന പോലെ വെൽക്കം ബ്രേക്ക് ഒക്കെ ഉണ്ട്. അത് പക്ഷേ വേറെ ഷോപ്സൊക്കെ കാണും. അതിനൊരു ലിമിറ്റഡ് ആക്സസ് അല്ലേ ഉള്ളത്, ലിമിറ്റഡ് ആക്സസ് മാത്രമേ അവിടെ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇത് കംപ്ലീറ്റ്ലി നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലായി, കംപ്ലീറ്റ്ലി നമുക്കിങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ആ മെയിൻ ഹൈവേന്ന് നമ്മളിങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ നമുക്കിവിടെ ട്രക്സിനും ഇങ്ങനെയുള്ള വാൻസിനും സെപ്പറേറ്റ് ഏരിയ, പിന്നെ ഇപ്പുറത്ത് കാർസിന് സെപ്പറേറ്റ് ഏരിയ, അതിൻ്റെ നടുക്കായിട്ട് ടോയ്ലറ്റ്, മെയിലിനും ഫീമെയിലിനും ഒക്കെ സെപ്പറേറ്റ് വാട്ടർ ഫെസിലിറ്റി, അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് വളരെ നല്ലൊരു കോൺസെപ്റ്റാണ്. ശരിക്കും നമ്മളിങ്ങനെ ഒരു ലോങ് ഡ്രൈവൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇത്ര നേരം വന്നപ്പം ഡ്രൈവ് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെന്താ, അല്ല ഇപ്പം നമ്മൾ എത്ര നേരമായി? നമ്മളൊരു 3 hours കണ്ടിന്യൂസ്. ഇപ്പം എനിക്ക് 500 kilometer ഓടിച്ചു. ഒരു അറൗണ്ട് 3.5 hours വന്നിട്ടുണ്ട്. എല്ലാ ഹൈവേ കൂടെ അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെന്താ, പിന്നെ ഇവിടുത്തെ ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ UK പോലല്ല, ഇവിടെ ഒരു ഹൈവേ കയറി കഴിഞ്ഞാൽ ടോളുണ്ട്. അത് അത്യാവശ്യം നല്ല ഒരു ഹ്യൂജ് എമൗണ്ടാണ്. നമ്മൾ ഇന്നലെ പേ ചെയ്തത് അറൗണ്ട് 32 pound പേ ചെയ്തു. അതായത് ഒരുമാതിരി മറ്റേ പരിപാടിയായിട്ട് തോന്നി. അങ്ങനെയുള്ള സെറ്റപ്പ്. എന്തിനാണ് ആ ടോൾ മേടിക്കുന്നതെന്ന് അറിയത്തില്ല. അതായത് ഇപ്പൊ നമ്മള് UK-യിലൊന്നും ഇത്ര എക്സ്പെൻസീവ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, UK-യിൽ ടോൾ ഇല്ല. ടോള് ചിലയിടത്ത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലം കയറുന്നതിനൊക്കെ ഉള്ള ടോളൊക്കെയാണ്, അല്ലാതെ ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നതിന് ടോളൊന്നുമില്ല. അത് ഇപ്പം നമ്മൾ ഇന്നലെ ഒരു ടോൾ അടച്ചു, ഇന്നിപ്പോൾ അടുത്തതിൻ്റെ സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ റോഡ് പോയി ഇറങ്ങുമ്പോൾ അറിയാം അതിന് എത്ര കോസ്റ്റ് വരുമെന്ന്. പക്ഷെ അത് നല്ലൊരു ലോങ് ഡ്രൈവ് ആണ് ആ ടോള് വരുന്നത്. ശരിക്കും അത് ഇന്നലെ എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ ടോള്? അത് ഏകദേശം 250 kilometer ഉണ്ടായിരുന്നു. അത് അത്രയ്ക്ക് വലിയൊരു ലോങ് ഡിസ്റ്റൻസ്. ഇത് അതിനേക്കാളും കൂടുതലുണ്ട്. ഇത് ഇത്തവണ മിക്കവാറും ഇന്നലെ പേ ചെയ്തതിനെക്കാട്ടിലും റേറ്റ് ഇന്ന് കൂടാനാണ് ചാൻസ്. പക്ഷെ അത് മാത്രം ഭയങ്കര അരോചകമായിട്ട് തോന്നി. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടൊക്കെ ഇവിടെ ടോൾ എടുക്കുന്നത്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഈ വണ്ടിക്ക് വേറെ ഫെയർ ആവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ചിലപ്പം കുറച്ച് ഫെയർ കൂടുതലായിരിക്കും, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. കാരവാൻ മോട്ടോർ ഹോം ഒക്കെ ആയതുകൊണ്ട് അതിന്റെ ഫെയർ ഇത്തിരി കൂടിയതാണ് ആവാനാണ് ചാൻസ്. ഇനി നമുക്ക് എത്ര hours ഇനി ട്രാവൽ ചെയ്യണമായിരിക്കും? ഇനി ഒരു ഓൾമോസ്റ്റ് ഒരു 3
3 hours കൂടെ കാണും. അതെ, ഇനി നമുക്കൊരു ഇനിയും 3 hours അല്ലേ. നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഇപ്പം നമ്മുടെ പ്ലാൻ. നമ്മളിന്ന് ലഞ്ചിന് നൂഡിൽസ് ആക്കി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ നൂഡിൽസിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിവിടുന്ന് ഈ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യും. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഫ്രാൻസിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിൽ ഈ ടോള് ഭയങ്കര എക്സ്പെൻസീവായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഇപ്പം നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്ത റോഡിൻ്റെ ടോളിൻ്റെ പേയ്മെൻറ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കിട്ടിയ ടിക്കറ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഡിസ്പ്ലേയിൽ നമ്മുടെ ഫെയർ എത്രയാണെന്നുള്ളത് വരും. നമുക്ക് 52.50 യൂറോസാണ് ആയത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. നമ്മളിപ്പോൾ ഫ്രാൻസിൽ നിന്നൊക്കെ ഇറങ്ങി സ്വിറ്റ്സർലൻഡിലോട്ട് ഏകദേശം അടുക്കാറായി. ഇവിടെ എത്ര ഉണ്ട് ബോർഡർ? നമ്മൾ ഏകദേശം സ്വിസ്സിൻ്റെ അടുത്ത് എത്താറായി. ഇനിയിപ്പം സ്വിസ് ബോർഡർ ഒരു 53 കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്വിസ് അടുക്കാറായപ്പോൾ തന്നെ നമുക്ക് സ്നോഫോൾ കിട്ടി. ഇപ്പം റോഡ് ഫുള്ള് സ്നോ ആയിട്ട് കവേർഡായിട്ട് കിടക്കുക. നമ്മുടെ വണ്ടി ഇപ്പോൾ സ്നോഫോളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ ഫ്രാൻസിൽ നിന്ന് സ്വിസ്സിലോട്ട് വന്നപ്പോഴത്തേന് ഭയങ്കര ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ തന്നെ ഭയങ്കരമായിട്ട് മാറി. അതിൻ്റെ ഒരു ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്രാൻസിൽ നിന്ന് സ്വിസ്സിലോട്ട് വരുമ്പോഴത്തേന് എൻ്റർലി വേറൊരു ലാൻഡ്സ്കേപ്പാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. ഇവിടെ റോഡിൻ്റെ ഫുള്ള് സൈഡിലെല്ലാം ഫുള്ള് സ്നോയാണ്. റോഡിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഫുള്ള് സ്നോ കവേർഡായിട്ട് കിടക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലൊക്കെ നമുക്ക് സ്നോഫോൾ കാണാൻ പറ്റും. ആ വണ്ടിയിലൊക്കെ ഫുള്ള് സ്നോ ആയിട്ടാണ് വരുന്നത്. നമുക്ക് UK ശരിക്കും ഒരൊറ്റ ദിവസമേ സ്നോഫോൾ കിട്ടിയിട്ടുള്ളൂ. അതിന് ശേഷം സ്നോ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഡെയിലി സ്നോഫോൾ ആണെന്ന്. നമ്മൾ കുറച്ച് ടൈം കൊണ്ട് നിയർ ബൈ പെട്രോൾ പമ്പ് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഫൈനലി നമുക്കൊരെണ്ണം കിട്ടി നമ്മൾ പോകുന്ന വഴിയിൽ. ഇത് ഫ്രാൻസിൻ്റെ സ്വിസ്സിൻ്റെ ബോർഡറിലുള്ളൊരു പമ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ യൂറോയിലായിരുന്നു നമ്മൾ എമൗണ്ട് പേ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഡീസൽ എന്ന് എഴുതിയിരിക്കുന്നത് ഫ്രഞ്ച് ലാംഗ്വേജിലാണ്. ഞാൻ നോക്കി. ഗ്യാസോൾ എന്ന് പറയുന്ന ഡീസലാ. ഫ്രഞ്ച് വേർഡാണ്. ബെസ്റ്റ്. അതെന്താ അത്രയ്ക്ക് പെട്രോൾ ഉണ്ടായിരുന്നോ? അതല്ല, പിന്നെ അതായത് നമ്മളവിടെ നാട്ടിലൊക്കെ ഓട്ടോമാറ്റിക് നിൽക്കും. ഇത് നിന്നൊന്നുമില്ല, അങ്ങ് പോന്നു. പൈസ പോയി. എങ്ങനെ പോയെന്ന് മനസ്സിലായില്ല. നമ്മളവിടെ ഇത് നിറഞ്ഞു വരുമ്പോഴത്തേക്ക് മുട്ടുമ്പോഴത്തേക്ക് നിൽക്കും. ഫുള്ള് നനഞ്ഞു കേട്ടോ. ഡ്രസ്സ് മാറ്റിക്കോ. ബോർഡർ അടുത്ത് കിടക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. ഇതിന്റെ ഇടയ്ക്ക് പിള്ളേർ നിന്ന് കളിക്ക് നോക്ക്. എന്റെ പൊന്നോ.
സൂപ്പർ കേട്ടോ. ശരി, ഇതാ അപ്പൊ തന്നെ ഇവിടെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ആ, അതാ ഇവിടുത്തെ സിസ്റ്റം കണ്ടോ, സിസ്റ്റം ഭയങ്കര അടിപൊളിയാ അല്ലേ. പിന്നെ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുമല്ലോ വഴി കിടന്നിട്ട്. താഴെയൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ. ഫ്രാൻസിൻ്റെ സ്വിസിൻ്റെ ബോർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായിട്ട് എക്സൈറ്റഡോടെ നോക്കിയിരിക്കുമായിരുന്നു. കാരണം നമ്മൾ ഈ പോകുന്ന വഴിയിലൊന്നും സൈൻ ബോർഡോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാപ്പിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഇതിൻ്റെ ആ ഒരു ബോർഡർ എവിടെയാണെന്നുള്ളത്. ഈ ഒരു ലൊക്കേഷനിലാണെങ്കിൽ തന്നെയും നമ്മളിവിടെ അടുത്തൊന്നും ബോർഡ് വെച്ചിട്ടില്ല ഇതൊരു ബോർഡറാണെന്നുള്ളത്. ശരിക്കും ഈ ഒരു ലൊക്കേഷൻ എത്താറാകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇത് ബോർഡറായിരുന്നു എന്നുള്ളത്. നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്തിയപ്പോൾ പോലും കൺഫ്യൂഷനായിരുന്നു ഇത് ബോർഡർ തന്നെയാണോ എന്നുള്ളത്. ഒന്നും ഇംഗ്ലീഷിലോ ഒന്നും എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല, എല്ലാം ഫ്രഞ്ച് ലാംഗ്വേജിലൊക്കെയായിരുന്നു ഇവിടെ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈ യാത്രയിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി, വൺസ് നമ്മൾ യൂറോപ്പിൽ റീച്ചായി കഴിഞ്ഞാൽ ഇവിടെ ബോർഡേഴ്സിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ട് നമ്മൾ കയറുന്നത് നമ്മൾ പോലും അറിയില്ല നമ്മളിപ്പം അടുത്ത കൺട്രിയിലായിട്ടുണ്ടെന്നുള്ളത്. അത്രയ്ക്ക് വലിയ ബോർഡറിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നമുക്കിവിടെ കാണാൻ സാധിച്ചില്ല. ഇത്രയും നേരം നല്ല ഫുള്ള് മഞ്ഞായിരുന്നു. പക്ഷെ സ്വിസ് ബോർഡർ കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴത്തേന് മഞ്ഞും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ദൂരെ മാത്രം മൗണ്ടെയ്ൻസ് കാണാൻ പറ്റുന്നുണ്ട്, സ്നോയി മൗണ്ടെയ്ൻസ്. പക്ഷെ റോഡിലോ സൈഡിലോ ഇവിടെ ഒന്നും കാണാനില്ല. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും ഫ്രാൻസും സ്വിറ്റ്സർലൻഡും തമ്മിൽ ഗുഡ് ബൈ പറഞ്ഞ ആ ഒരു സമയത്ത് അവർ തമ്മിൽ ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവിടെ ഒരു സ്നോ. വേറെ ഇങ്ങോട്ടൊന്നും സ്നോ കാണുന്നില്ല. ഇനിയിപ്പം അകത്തോട്ട് പോകുമ്പോഴൊക്കെ കാണുമായിരിക്കും. മൈനസ് അല്ലേ കൂടുതൽ കാണിക്കുന്നത്. അതുപോലെ സ്നോഫോളും കാണിക്കുന്നുണ്ട്, നമുക്ക് വെതറിൽ സ്നോഫോൾ കാണിക്കുന്നുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഫുൾ ഡേ സ്നോഫോളാണ് കാണിക്കുന്നത് നമ്മൾ പോകുന്ന ലൊക്കേഷനിൽ. അത് മഗ്ഡിയാണോ? ആ, ബർഗർ കിങ് ഉണ്ട് അവിടെ. പക്ഷെ ഒരു എം ഞാൻ അവിടെ കണ്ടായിരുന്നു, അത് മഗ്ഡിയുടെ എം അല്ല. കടലാണോ താഴെ? കടലാന്ന് തോന്നുന്നു. മോൺട്രോക്സ് അതിൻ്റെ അടുത്തായിട്ടാണ് കാണിക്കുന്നത് സിറ്റി. നമ്മളിപ്പോൾ വന്നേക്കുന്ന സ്ഥലം സ്വിറ്റ്സർലൻഡിലെ മോൺട്രോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. ഇതൊരു അത്യാവശ്യം നല്ലൊരു സിറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുവിധം വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പം ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ മാർക്കറ്റിൽ ഒരു ഫിക്സഡ് ടൈമിൽ സാന്റാ ഫ്ലൈ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മാർക്കറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു സാന്റാക്ലോസിനെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് കാണാൻ നല്ല കളർഫുള്ളായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്തത് വലിയ ആൾക്കാരൊന്നും ഇല്ലാത്ത, വലിയ ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എത്തിയ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണ്. അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഭയങ്കര ബഹളവും പാട്ടും, അങ്ങനെ ആകെ ഒരു ക്രിസ്മസ് വൈബായിരുന്നു അവിടെ. ഇവിടെ തന്നെ ഇങ്ങനെ പല വെറൈറ്റി ഷോപ്സൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ പല കളറിൽ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ശരിക്കൊരു വെറൈറ്റി ലുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതിൻ്റെ അകം ഇങ്ങനെ നോക്കി കണ്ടായിരുന്നു. അത് വേറൊരു വെറൈറ്റി രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ മാർക്കറ്റിൽ സാന്റാക്ലോസ് ഫ്ലൈ ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. പിന്നെ അതിൻ്റെ ടൈമും അറിയാം.
പക്ഷെ നമ്മൾ ഈ വന്നേക്കുന്ന ദിവസം ഇതുണ്ടോ, ഈ പ്രോഗ്രാം ക്യാൻസലായോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഫുൾ ഡൗട്ട് അടിച്ചാണ് നമ്മൾ ഈ ലൊക്കേഷൻ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ വെതർ കണ്ടീഷൻ അത്ര ഫേവറബിൾ അല്ലാത്തതുകൊണ്ട് സാന്റാക്ലോസിൻ്റെ ഫ്ലൈ ഇന്ന് ക്യാൻസൽ ചെയ്തേക്കാണ്. സോ നമുക്കത് മിസ്സായി, നമുക്കത് കാണാൻ പറ്റിയില്ല. ഈ കാണുന്ന ഇതിലാണ് സാന്റ ഫ്ലൈ ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വന്നതായിരുന്നു, ബട്ട് നമുക്കത് മിസ്സായി. അങ്ങനെ നമ്മൾ സാന്റ ഫ്ലൈ മിസ്സായ ആ ഒരു സങ്കടത്തോടെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടായ സെർമാറ്റിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാളത്തെ ആക്ടിവിറ്റി നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് സെർമാറ്റിലാണ്. അതുകൊണ്ട് സെർമാറ്റിന് അടുത്തുള്ളൊരു ക്യാമ്പ് സൈറ്റിലാണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഏകദേശം ചെറിയ രീതിയിൽ സ്നോഫോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിവിടെ മഴ പെയ്യുന്ന പോലെ ഇത് സ്നോ പെയ്തോണ്ടിരിക്കുവോ? ഫുള്ള് കാറെല്ലാം മഞ്ഞി മൂടി കിടക്കുവോ? ഇല്ല, നമുക്ക് ഇത് ഇവിടെ വേറെ ക്യാരവ ഇതെല്ലാം തോന്നുന്നു കേട്ടോ. ക്യാമ്പിംഗ് റിസപ്ഷനോട് ഇറങ്ങി കോട്ടിട്ട് ഇറങ്ങി കോട്ട് ഇട്ടവരൊക്കെ അകത്തോട്ടായിരിക്കും ചിലപ്പം. അടിപൊളി സ്നോഫോൾ പെയ്തോണ്ടിരിക്കുക. നമ്മൾ ക്യാമ്പ് സൈറ്റ് തപ്പി നടക്കുക. നേരെ പൊക്കോളാന്ന്. ഇവർക്ക് ഭയങ്കര, ഇവർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ല കേട്ടോ. നമ്മൾ ശരിക്കും ടെൻഡിന്ന് പറയാം. നേരെ പൊക്കോളാനെന്ന്. ക്യാമ്പിങ് ബുക്ക് ചെയ്ത് നേരെ അങ്ങ് പോയാൽ മതിയെന്ന്. നമുക്ക് സർമാറ്റ് ഓപ്ഷൻ വേണ്ടായിരുന്നു. ക്യാമ്പ് സൈറ്റ് എടുത്താൽ മതിയായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത് മഴ നേരെ പോട്ടെ. അപ്പൊ അത് നമ്മൾ വെറുതെ വന്നങ്ങ് കേറിയാ മതിയായിരുന്നു. എനിക്ക് പിന്നെ ബുക്ക് ചെയ്യണ്ടായിരുന്നല്ലോ. അവിടെ നല്ല മഞ്ഞടാ. അല്ല, ഇത് ഓൾറെഡി ഇപ്പൊ ഇനി അങ്ങോട്ട് ഇതില്ല, ബുക്കിംഗ് പോയിന്റ് ഇല്ല. ഇതൊന്നും നോക്കാൻ ആർക്കും വയ്യ. അവിടെ അമ്മയ്ക്കൊന്നും ഇറങ്ങി വരാൻ വയ്യ. വേണമെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും ഇട്ടോളാന്ന്. ഹെവിയാ ഈ ലൈറ്റ് കാണുന്ന ഹുക്ക് പോയിന്റ്. ഇത് കഴിഞ്ഞ വേറെ സാധനം. ഞാൻ എന്റെ ഒരു സംശയം പറയട്ടെ. നമ്മൾ ഇന്ന് രാത്രി മൊത്തം ഇങ്ങനെ കിടന്നുറങ്ങുവാ. ഈ സ്നോഫോളാ. രാവിലെ ഏതൊക്കെ നമ്മൾ ഈ സ്നോന്റെ അടിയിൽ മുങ്ങി പോവോ? നമ്മൾ വണ്ടിയോടെ മുങ്ങി കിടക്കുമായിരിക്കോ? ആ സ്പ്രേ നമ്മുടെ വിൻഡോയിൽ അടിച്ചിട്ട് അത് വേണ്ട, അടിച്ചിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് കേറാല്ലയോ? ഇങ്ങോട്ട് വേറെ ഇത് എന്ത് കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് കേറി ഇപ്പൊ നോക്കിക്കോണം. ഞാനത് വെച്ച് ചങ്ങല ഇടേണ്ടി വരുമോ? വണ്ടി പാർക്ക് ചെയ്യണ്ട്. നമ്മൾ പെട്ട് താഴെ ഇട്ടാലോ? അതാകുമ്പോ ഇച്ചിരി റിസ്ക് കുറയും നമുക്ക്. താഴോട്ട് പൊക്കോ. സ്നോ ഇല്ലാത്തടത്തോട്ട് കൊണ്ടുപോകും. സ്നോ ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല. റിവേഴ്സും പോകുന്നില്ല. എന്താണ് ഉദ്ദേശിച്ചത്? താഴോട്ട് കൊണ്ട് വിടാൻ വേണ്ടിട്ടാണ്. ക്യാമ്പ് സൈറ്റൊക്കെ നമ്മൾ ഒരുവിധം കണ്ടുപിടിച്ചെങ്കിലും ഇവിടെ ഒന്നും ഇതിൻ്റെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഫുള്ള് സ്നോഫോളായിട്ട് നമുക്ക് ആരോട് ഹെൽപ്പ് എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു.
നമുക്കിവിടെ ശരിക്കും വൈഫൈ ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ പാസ്വേഡ് ചോദിക്കാനോ ഒന്നും ഇതിൻ്റെ സ്റ്റാഫിനെ ഒന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ ആ ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിലൊക്കെ പോയിട്ടാണ് പാസ്വേഡൊക്കെ ഫൈൻഡ് ചെയ്തത്. അങ്ങനെ ആകെ സ്നോഫോളായ ഒരു അഡ്വഞ്ചർ ക്യാമ്പ് സൈറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ക്യാമ്പ് സൈറ്റിന് ചുറ്റും മൗണ്ടെയിൻ റേഞ്ചസ് ആണുള്ളത്. അതൊക്കെ നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നൈറ്റിലേക്കുള്ള ഡിന്നർ കുക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ രാവിലെ കാണാം. ബായ്.